നമ്മുടെ നബിതങ്ങൾ ജനിച്ച മാസമാണല്ലോ റബീഉൽ അവ്വൽ. ഈ റബീഉൽ അവ്വൽ 12-ലാണ് നമ്മൾ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. നബിതങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ ദിനം തിങ്കളാഴ്ച 12. ഇങ്ങനെയാണല്ലോ നമ്മൾ കൂട്ടി വരുന്നതും. അതിന്റെ നിജസ്ഥിതി എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ്, അതിൽ വല്ല തർക്കങ്ങളുമുണ്ടോ? ഇല്ലേ? എല്ലാത്തിനും തർക്കമുണ്ടല്ലോ. ഈ വിഷയത്തിൽ തർക്കമുണ്ടെന്ന് നോക്കാം. ഉണ്ട്. പണ്ഡിതന്മാർക്കിടയിലും ചരിത്രകാരന്മാർക്കിടയിലും തർക്കങ്ങളുണ്ട്. റബീഉൽ അവ്വൽ എന്ന് പറയട്ടെ, ഉൽ മശ്ഹൂറു അന്നഹു മുഅയ്യനും. പല അഭിപ്രായം അതിലുണ്ട്. ഇന്ന മാസങ്ങളാണെന്ന് വ്യക്തമല്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ പ്രചാരത്തിലും മശ്ഹൂറായതിപ്പോ എന്താണ്? വ്യക്തമായത് തന്നെയാണ്. അപ്പൊ റബീഉൽ അവ്വൽ തന്നെയാണെന്ന് മശ്ഹൂർ. പിന്നെ വൽ അസഹു, അഭിപ്രായങ്ങൾ പലതും ഉണ്ടെങ്കിലും അതിൽ വ്യക്തമായി പറഞ്ഞാൽ, മുഅ്തമദ് പറഞ്ഞാൽ അന്നഹു ഫി ശഹ്ർ റബീഉൽ അവ്വൽ, നബിതങ്ങൾ ജനിച്ച മാസം റബീഉൽ അവ്വൽ തന്നെയാണ്. ഇനി റബീഉൽ അവ്വലാന്ന് വന്നാൽ, അസഹ് പ്രകാരം വന്നാൽ ഇന്ന ദിനം എന്ന് വ്യക്തമുണ്ടോ ഇല്ലേന്ന്. ഇന്ന ദിനം വ്യക്തമാണോ അല്ലേ? അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. വൽ അസഹു അൽ യൗമു മുഅയ്യനുൻ, യൗമ് ഇന്ന ദിനം എന്നുള്ളത് വ്യക്തമാണെന്ന് അസഹ്. അങ്ങനെ അസഹ് വെക്കുമ്പോൾ അതിൽ പ്രചാരത്തിൽ മശ്ഹൂർ എന്താണ്? ഏതാ ഡേറ്റ്, തീയതി ഏതാണ്? 12. അപ്പൊ എന്താണ് മശ്ഹൂർ? റബീഉൽ അവ്വൽ അസഹ്. അസഹ് പ്രകാരം യോമ് നിശ്ചിതമാണ്, നിർണിതമാണ്. അതിൽ മശ്ഹൂർ 12. വഅലൈഹിൽ അമലു, ഇതനുസരിച്ചാണ് ഇന്ന് അമല് നടത്തുന്നത്. അപ്പൊ 12, റബീഉൽ അവ്വൽ 12 എന്നാണ്. ഞാൻ ഈ ഉദ്ധരിച്ച വാക്യങ്ങൾ ശറഹുൽ അംസിയ 114 കിട്ടും. പിന്നെ വഫി ളുഹൂരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹ്ർ റബീഉൽ അവ്വൽ, മുത്തുനബി തങ്ങൾക്ക് ജന്മമാസമായിട്ട് അല്ലാഹു തആല തെരഞ്ഞെടുത്ത റബീഉൽ അവ്വലാണല്ലോ. ഈ റബീ എന്ന് പറയുന്ന ഈ മാസത്തിൽ തന്നെ നബി തങ്ങൾ വെളിപ്പെട്ട് വരിക എന്നതിലുണ്ട് ഇഷാറത്തുൻ വാഹിറത്തുൻ, വളരെ വ്യക്തമായതായ ഒരു സൂചനയുണ്ട്. ലിമൻ തഫത്തന ലഹ, അതിനെപ്പറ്റി ശരിക്ക് ചിന്തിക്കുന്നവരാരാണോ അവർക്ക് പാഠം സൂചന അതിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് എന്തിലേക്ക് നോക്കാം? റബി, ആദ്യം ലഫ്ദിനെ പറ്റി ചർച്ചയാണല്ലോ. ഈ റബി എന്ന് പറയുന്ന പദത്തിനെ എടുത്തിട്ടുള്ളത് നോക്കാം. അതില് എന്തുണ്ട്? ഇത് അന്നഫീ തഫാഉൻ ഹസന വബിശാറത്തൻ ലിഉമ്മത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബി എന്ന് പറയുന്ന പദത്തിൽ തന്നെ നല്ലൊരു സംഗതിയുണ്ട്, നല്ലൊരു ശുഭലക്ഷണമുണ്ട്. മാത്രമല്ല നബിന്റെ സമുദായത്തിന് നല്ല സന്തോഷം അറിയിക്കലും ആ റബീയിലുണ്ട്. എന്താ? ഫസ്ലുർ റബി, റബി മാസം കൂട്ടിയാൽ ഫീഹി, അതിലുണ്ട് എന്തുണ്ട്? തൻഷഖുൽ അർളു, ഭൂമി വിണ്ടുകീറി. അമ്മാ ഫി ബത്നിഹാ, ഭൂമിയുടെ ഉൾഭാഗത്തുള്ളത് എന്തെല്ലാം ഉണ്ട് അത് പുറത്തേക്ക് വരുവാൻ വേണ്ടി ഭൂമി കയറിയത് എന്നാ റബീഉൽ അവ്വൽ, ആ റബീ മാസത്തിലാണ്. അതെന്തിനാലാണ്? മിൻ നിഅമിൽ മൗല സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായിരിക്കും ഒരുപാട് അനുഗ്രഹം ഭൂമിന്റെ ഉള്ളിലുണ്ട്. അത് പുറത്തേക്ക് വെളിപ്പെടണം. അതിനുവേണ്ടി റസൂലുള്ളാഹി അതിനുവേണ്ടി തെരഞ്ഞെടുത്ത മാസം റബീഇലാണ് വരുന്നത്. വ അർസാഖുഹു അല്ലതി ബിഹാ ഖിയാമുൽ ഇബാദ് വ ഹയാതുഹും വ മആശിഹിം വ സലാഹു അഹ്വാലിഹിം. അത് മാത്രമല്ല ഈ ജനലക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതായ, ജനങ്ങൾക്കുള്ളതായ നിലനിൽപ്പായ ഭക്ഷണം, അവരുടെ ജീവിതങ്ങൾ, അവരുടെ ജീവിത ഉപാധികൾ, അവരുടെ അവസ്ഥ നന്നാക്കിയെടുക്കുക എന്നുള്ളതുമൊക്കെ ഈ റബീയിൽ വരുന്നതാണ്. അങ്ങനെ വരുമ്പോ എന്തുണ്ടാവുക? തൻഫലിഖുൽ ഹബ്ബത്തു വന്നവ വഅൻവാഉൻ നബാത്തി വൽ അഖ്വാത്തുൽ മുഖദ്ദറത്തു ഫീഹാ. അപ്പൊ ഈ റബീയിലാണ് എന്തുണ്ടാവുക? വിത്തിന്റെ ധാന്യങ്ങൾ മുളച്ചു വരുന്നതും, കാരക്ക മുളക്കുന്നു, സസ്യങ്ങൾ പലതും മുളച്ചു വരുന്നു, കണക്കാക്കിയ പല ഭക്ഷണം അതിലുണ്ടാവുന്നത് ഈ റബീയിലാണ്. ഇങ്ങനെ വസന്തകാലം എന്ന് പറയുന്ന റബീയില് എല്ലാം കൊണ്ടും നല്ല നിറഞ്ഞ രസം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു രസകരമായ ദിനം, അത് മാസമാണ് റബീഅയും. ആ റബീഇലാണല്ലോ റസൂലുള്ളാഹിനെ തെരഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടും റഹ്മത്തും ബർക്കത്തും നിറഞ്ഞ മാസം റബീഅാണ്. അപ്പൊ അതിൽ തന്നെ നബിക്ക് ഈ റഹ്മത്തും ബർക്കത്തുമുള്ള നബി വരാൻ പറ്റുന്ന മാസം റബീഅാണ്. അതുകൊണ്ട് അല്ലാഹു തആല തെരഞ്ഞെടുത്തു. മൗലിദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങളുടെ ജന്മം ഫീ ശഹ്ർ റബീഇൻ, റബീ മാസത്തിലാവുക എന്നതിൽ ആ ജന്മം
ബിശാറത്തും ദാഹിറത്തും മിനൽ മൗല, രാജാതിരാജനായ റബ്ബിന്റെ ഭാഗത്തും നല്ലൊരു സൂചനയുണ്ട്. എവിടേക്ക്? ഇതത്തംബീഹി ബിഅളീമി ഖദ്രി ഹാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബീബാരിക്കുന്ന നബി തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നതുകൊണ്ടുള്ളൊരു സൂചന ഈ റബീഉ മാസത്തിൽ നബി തങ്ങൾക്കും ജന്മം നൽകിയതുകൊണ്ടുണ്ട്. മാത്രമല്ല അന്നൂർ റഹ്മത്തുൽ ആലമീന, സർവ്വലോകത്തിനും അനുഗ്രഹമാണ് നബി തങ്ങൾ എന്നതിലേക്കും ഒരു സൂചനയുണ്ട്. ബുശ്റൽ മുഅ്മിനീൻ, അത് മാത്രമല്ല ലോകത്തെ മുസ്ലിങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും സന്തോഷമാണ് നബിന്റെ പിറവി. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് തന്നെ ആഘോഷിക്കുന്നത്. എല്ലാവരും നേർച്ചകൾ കഴിച്ചുകൊണ്ടും അന്നദാനം നടത്തിയിട്ടും പല വിധ രൂപത്തിൽ ആഘോഷിക്കുന്നു. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷമാണ്, റബീഇന് പറ്റുന്ന മാസമാണ്. പിന്നെ ഹിമായത്തുൽ മഹാലിക്കി വൽ മഹാഫി ഫിദ്ദാറൈനി, ഇരുവീട്ടിലും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നാശം കൊണ്ടോ അപകടം കൊണ്ടോ പേടിക്കപ്പെടാൻ പറ്റുന്ന വല്ലതുമുണ്ടോ, അതിനെ തൊട്ടെല്ലാം സംരക്ഷണം നൽകുന്നതും ഈ റബീഉ മാസമാണ്. വഹിമായത്തുൽ കാഫിരീന ബിതഖീർ അദാബി അൻഹും ലിഅജ്രി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിഷേധികളായ ആളുകളെ മുൻകാലക്കാരായിരിക്കുന്ന പ്രവാചകന്മാരെ നിഷേധിച്ചാൽ അന്നേരം അപ്പോൾ തന്നെ ശിക്ഷറക്കൽ പതിവായിരുന്നുവെങ്കിൽ നബിന്റെ ഈ സമുദായത്തിൽപ്പെട്ട ഇജാബത്ത് നൽകാത്ത കാഫിരീങ്ങളായ ആളുകൾ അല്ലാഹു ശിക്ഷിക്കുന്നില്ല വേഗത്തിൽ. ആ ശിക്ഷ അല്ലാഹു പിന്തിപ്പിക്കുകയാണ്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? നബി തങ്ങൾ ജനിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും റഹ്മത്ത് നിറഞ്ഞ നബി ജനിക്കാൻ പറ്റുന്ന മാസം മറ്റു മാസത്തേക്ക് നോക്കുമ്പോൾ റബീഇലാണ്. ആ റബീ എന്ന് പറഞ്ഞ വസന്തകാലമാണ്. അപ്പൊ നല്ലതായിരിക്കുന്ന റഹ്മത്ത് കൊണ്ടും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന പരിപൂർണമായിരിക്കുന്ന ഒളിവിന്റെ ഉടമയായിരിക്കുന്ന ഹബീബാനബികൾ ഒളിവ് വിതറേണ്ടതും സന്തോഷം വരേണ്ടതും മുഅ്മിനീങ്ങൾ ആഘോഷിക്കേണ്ടതും മാസമായ റബീ അല്ലാഹു തിരഞ്ഞെടുത്തു. ആ റബീയിൽ തന്നെ നബി തങ്ങളുടെ പിറവി വന്നു. അവിടെ ഒളിവ് മിന്നിത്തിളങ്ങി ലോകത്തേക്ക് വന്നു. അതന്നെ നോക്കൂ, ഖാലല്ലാഹു തആല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാ കാനല്ലാഹു യുഅസിബുഹും വഅൻത ബിഹിം, നബി തങ്ങൾ ആ സമുദായത്തിലുള്ള കാലത്തോളം ആ സമുദായത്തെ അല്ലാഹു ശിക്ഷിക്കില്ല എന്ന്. അപ്പോ ഈ സമുദായത്തിലെ കാഫിരികൾക്ക് അല്ലാഹു തആല വേഗത്തിൽ ശിക്ഷ കൊടുക്കില്ല. അത് ബന്ധിപ്പിച്ചു. അത് നബി കാരണമാണ്. ഫവഖഅത്തിൽ ബറകാതു വഇദ്റാറുൽ അർസാഖി വൽ അഖ്വാത്ത്, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, അതുപോലെ ഭക്ഷണമായ വിഭവങ്ങൾ എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നതും ബർക്കത്തുകൾ സംഭവിച്ചതും ഈ റബീഇലല്ലേ. അപ്പൊ മിന്നത്തുഹു അലാ ഇബാദിഹി ലിഹിദായത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ സിറാത്തിൽ മുസ്തഖീം. അപ്പോൾ ഈ നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്തല്ലേ? ഒരുപാട് നിഅമത്ത് റബീഇലുണ്ട്. ആ റബീഉൽ അവ്വലുള്ള നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിയങ്ങളെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ സാന്താൽ ചൊവ്വായ പാന്താവിലേക്ക്, സത്യദീനിലേക്ക് ക്ഷണിച്ചു ചേർത്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇബാദിന്റെ മേൽ തന്നെ അല്ലാഹു തആല വലിയ ഗുണമല്ലേ ചെയ്ത നബിനെ കൊണ്ട്. അപ്പൊ റബി എന്ന് പറഞ്ഞ റഹ്മത്തുകളെ കൊണ്ടും അനുഗ്രഹങ്ങളെ കൊണ്ടും ഭക്ഷണങ്ങളെ കൊണ്ടും വിഭവങ്ങളെ കൊണ്ടും നിറഞ്ഞ റബിയാണ്. ആ റബിയിൽ എല്ലാത്തിന്റെയും കാരണക്കാരനായ റഹ്മത്തുൽ ആലമീനായ സർവ്വലോക രക്ഷിതാവിന്റെ അനുഗ്രഹമായിക്കൊണ്ട് സമുദായത്തിന് അല്ലാഹു തആല ഏറ്റവും വലിയ നിഅമത്താണ് നബിന്റെ പിറവി. ആ പിറവിയാണ് റബീഇൽ വന്നിരിക്കുന്നത്. അപ്പൊ റബീഉ വസന്തകാലത്തിൽ നല്ല പരിമളം വിതറിക്കൊണ്ടുവന്ന നബിയുടെ മാസം. അത് മുഅ്മിനീങ്ങൾക്ക് സുഖമാണ്. ഇതെല്ലാം ഞാൻ എവിടെ നിന്ന് ഉദ്ധരിച്ച് ചോദിച്ചാൽ, ശറഹുൽ ബുർദ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ആ കിതാബിലെ 331 പേജ് മറിച്ചാൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഇനി നോക്കൂ, നമുക്ക് നിഅമത്തുൽ കുബ്രയിലൂടെ എന്ത് പറയുന്നു? ഖാലൽ ഉസ്താദു സയ്യിദി മുസ്തഫൽ കുബ്ര റളിയല്ലാഹു അൻഹു പറയുന്നു, റബീഉ എന്ന് പറയുമ്പോൾ റബീആനി രണ്ടെണ്ണമുണ്ട്. ഒന്ന് റബീഉൽ ശുഹൂർ, റബീഉൽ അസ്മിന എന്ന് പറയാം. റബീഉൽ അസ്മിന, റബീഉൽ ശുഹൂർ മാസങ്ങളെ വസന്തകാലം, കാലങ്ങൾക്കുള്ള വസന്തകാലം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ റബീഉൽ ശുഹൂർ അങ്ങനെ വരുമ്പം മാസങ്ങൾ ഉണ്ടാവുന്ന വസന്തകാലം ഷെഹ്റാനി രണ്ടെണ്ണമാണ്. റബീഉൽ അസ്മിന കാലത്ത് വരുന്നതായ വസന്തകാലം റബീആനി രണ്ടെണ്ണമാണ്. അൽ അവ്വലുല്ലദീ യഅതി ബിഹി നൂറു വൽ ഖുമാ, നവാർ വൽ കമാഅത്ത്, പൂമ്പാളകളും പൂവുകളും എല്ലാം വരുന്നൊരു വസന്തമുണ്ട്. അത് ഒന്നാം മാസമാണ്. വസ്താനി രണ്ടാമത്തെ മാസം റബീഅ അല്ലത്തി യഅതി ബിഹി സിമാർ. അപ്പൊ ഒന്നാം മാസത്തിൽ പൂങ്കുലയും അതുപോലെ തന്നെ പൂക്കളും നിറയുന്നു. രണ്ടാം മാസമാകുമ്പോഴേക്കും പഴങ്ങൾ ഉണ്ടായിത്തീരുന്നു. ഇങ്ങനെയുള്ള രണ്ട് റബീഇന്റെ മാസമുണ്ട് എന്ന് മഹാനവർ പറഞ്ഞു. ഇന്തഹാ വാക്കോട് അവസാനിച്ചു.
വഖദ് അസാറ റഹ്മഹുല്ലാഹു തആല ഇലൽ ഹിക്മത്തി ബി കൗനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുലിദ ഫി ശഹ്രി റബീഇൻ ഇലാ മാ ഫി ശറഇഹി മിൻ ശിബി സമിൻ റബീഅ. ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു തആല തെരഞ്ഞെടുത്ത മാസം റബീഉൽ അവ്വലാണല്ലോ. ആ റബീഉൽ അവ്വലിൽ തന്നെ നബി തങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഹിക്മത്തും അതിലെ യുക്തിയും തന്ത്രവും എന്താണ്? അതിലെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു സൂചനയാണ്. മുത്തുനബി തങ്ങളുടെ നിയമം കാലത്തിനോടുള്ള, അതായത് റബീഇന്റെ കാലത്തിൽ വരുന്ന സാദൃശ്യം. റബീ കാലത്ത് നല്ല കാലം വരിക, ആ നല്ല കാലത്തിൽ സാദൃശ്യമായി വരുന്ന ഒന്നാം നബിന്റെ സറായത്. അപ്പൊ ഇന്ന റബി അങ്ങനെ വരുമ്പോ റബി ആയുധൽ ഹുസൂലി മാസം ഏറ്റവും ചൊവ്വായ മാസം റബി ആണ്. കാരണം എന്തുകൊണ്ടാ? അന്ന ലൈലഹുവൻ ആറും മുഅ്തദിലാനി ബൈനൽ ഹർരി വൽ ബർദി റബീഉൽ അവ്വൽ റബീഉൽ സാനി. ഈ രണ്ട് റബീഉൽ അവ്വൽ എടുത്തു നോക്കൂ. അത് രണ്ടിലും രാപ്പകലുകൾ എന്താണെന്നറിയാമോ? രാപ്പകലുകൾ മിതമായി നിൽക്കുക, ഏതാണ്ട് ചൊവ്വായിട്ട് വരും. തണുപ്പ് കൂടുതലില്ല, ചൂടും കൂടുതലില്ല. ആ നിലക്കൊരു എയർ കണ്ടീഷനായിട്ട് നിൽക്കും. നമ്മളതിന് മുഅ്തദിലും ബൈനൽ യബൂസത്തി ഒ റുതൂബത്തി, വരൾച്ച, അതുപോലെ വരൾച്ചല്ലാതെ ഫസർമ പച്ച എന്നിത്യാദി കാര്യങ്ങൾക്കും എന്താണ് ചൊവ്വായത് എന്ന് നമ്മളതിന് പേര് പറയും. ശംസുമുഅ്തദിലത്തുമ്പിൽ ഉൽവി വൽ ഹുബൂത്തി, സൂര്യ അസ്തമാനം ഉദിപ്പ് കയറലും ഇറങ്ങലും അതും മിതമായിട്ടാണ് ആ മാസത്തിൽ നിൽക്കുന്നത്. ഖമറുഹു മുഅ്തദിലൻ അവ്വലി ദറജത്തി മിനൽ ലയാലിൽ ബിയൗ, അയ്യാമുൽ ലൈൽ എന്ന് പറയുന്ന, അല്ല അയ്യാമുൽ ബീദ് എന്ന രാത്രികളുണ്ട്. ആ അയ്യാമുൽ ബീദിന്റെ രാത്രികളിൽ ചന്ദ്രൻ അതിൻ്റെതായിരിക്കുന്ന സഞ്ചരിക്കുന്ന ആദ്യത്തെ റെഡിയിൽ തന്നെ ചൊവ്വായിട്ടാണ് വരിക. ഇതുകൊണ്ടല്ല ലെവലായി നിൽക്കുന്ന മാസമാണ് റബീഅ. അപ്പോൾ വലിദാലിക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൂട്ടുമ്പോൾ മുത്തുനബി തങ്ങൾ ആയിദലന്നാസി, ജനങ്ങളെ കൂടുതൽ ഏറ്റവും വലിയ നീതിമാൻ നബിയല്ലേ. ഖൽഖൻ വ ഖുൽഖൻ, സ്വഭാവത്താലും സൃഷ്ടിപ്പാൻ ഏറ്റവും വലിയ നീതിമാൻ നബി തങ്ങൾ തന്നെയല്ലേ. അങ്ങനെ വന്നപ്പോൾ വക്കാനത്ത് ശരീഅത്തു ആയിദലസറായി, മുത്തുനബി തങ്ങളുടെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുൻകാല നിയമങ്ങളും നബി തങ്ങളുടെ നിയമങ്ങളും ശറം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ നീതിയായി നിൽക്കുന്ന ചൊവ്വായി നിൽക്കുന്ന ശരീഅത്ത് നബിന്റേതാണ്. അപ്പൊ ചൊവ്വായി നിൽക്കുന്ന ശരീഅത്തും സൃഷ്ടിപ്പിനും സ്വഭാവത്തിനും ചൊവ്വായി ലെവലായി നിൽക്കുന്ന നീതിമാന മുത്തുനബി തങ്ങളും വരാൻ പറ്റുന്ന മാസം എല്ലാം കൊണ്ട് ലെവലായി ചൊവ്വായി നിൽക്കുന്ന മാസം റബീഉൽ അവ്വലാണ്. അപ്പൊ ആ റബീഉൽ അവ്വൽ അല്ലാഹു തആല കൊടുത്തു എല്ലാം കൊണ്ട് റെഡിയായ മാസം, എല്ലാം കൊണ്ട് തികഞ്ഞൊരു കുട്ടി, എല്ലാ സമയത്തും എല്ലാവർക്കും പുകഴ്ത്താൻ പറ്റുന്ന മുത്തുനബി വന്ന മാസം പിറവി റബീഉൽ അവ്വലാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഈ മുകളിൽ ഉദ്ധരിച്ച ഇബാറത്തും എല്ലാം വായിക്കാൻ കിട്ടും. അതെവിടെ? കിതാബ് നിഅമത്തുൽ കുബ്ര 147, 148 മറിച്ചാൽ കിട്ടും. ഇനി നബി തങ്ങൾക്ക് ജന്മം നൽകിയ ദിനം റബീഉൽ അവ്വലാണെങ്കിൽ അത് ഏതാ? തിങ്കളാഴ്ചയാണ്. അതിനെപ്പറ്റൊന്ന് പറയാനുണ്ടല്ലോ. വബി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ ജന്മം യൗമൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിനത്തിലാണ് നബി ജനിച്ചത്. അതിലുണ്ട് ഇഷാറാത്തിൽ, ഒരുപാട് സൂചനകൾ നൽകുന്നുണ്ടെന്ന്. മിൻഹ, ആ സൂചനകൾപ്പെട്ട മാ വറദ ഫി മുസ്നദിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ് എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ വന്നൊരു ഹദീസുണ്ട്. എന്താണ് ഹദീസ്? ഇന്നല്ലാഹ തആല ഖലഖ സദറ യൗമൽ ഇസ്നൈനി എന്ന് കാണാം. തിങ്കളാഴ്ച ദിനമാണ് വൃക്ഷത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചത്. മരം തന്നെ നല്ലൊരു ഉപയോഗ സാധനമാണല്ലോ. അപ്പൊ ആ മരത്തെ സൃഷ്ടിച്ച ദിനം ഏതാണ്? തിങ്കളാഴ്ചയാണെന്ന് കാണാം. വഫീ ദാലിക തൻബീഹുൻ അദീം, ആ ഒരു വിഷയത്തിൽ നല്ലൊരു ഉണർത്തലുണ്ട്. എന്താണത്? വഹുവ അന്ന ഖൽഖൽ അഖ്വാതി വൽ അർസാഖി വൽ ഫവാകിഹി വൽ ഖൈറാത്തി, നന്മകൾ, പഴങ്ങൾ, ഭക്ഷണങ്ങൾ, അതുപോലെ കൂട്ടായി ഉപയോഗിക്കുന്ന മറ്റു ധാന്യങ്ങൾ എല്ലാം സൃഷ്ടിച്ചത് അല്ലത്തി യംതദ് ബിഹ ബനു ആദം, ബനു ആദം സന്തതികൾക്ക് ഇവിടെ ജീവിക്കുവാനും സഹായിക്കുവാനുമായത് ഭക്ഷണമൊക്കെ വേണമല്ലോ, അതൊക്കെ ഉണ്ടായത്. വയഹ്യാവൻ, അവർ ജീവിക്കുന്നതും, വൈതദാവുന, അവരെന്താവുന്നു ചികിത്സ നടത്തുന്നതും, ഇതെല്ലാം ഇതിലേക്കൊരു സൂചനയുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് വരുമ്പോൾ ഇവരുടെ ഹൃദയം നല്ല തെളിച്ചമുണ്ടാകുന്നു. അവരുടെ മനസ്സ് നല്ല കുളിർമയേകുന്നു, സന്തോഷമേകുന്നു. അവർക്കുള്ളതായിരിക്കുന്ന ചിന്തകൾ അടങ്ങുന്നു. ഇന്ദറുയത്തിയ, ഈ പറയുന്ന വിഭവങ്ങളും ഭക്ഷണങ്ങളും പഴങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ മനസ്സ് എല്ലാ ചിന്തകളും പോയിട്ട് സുഖമായി നിൽക്കുന്നു
എന്തുകൊണ്ടാണ് ഇങ്ങനെ മടങ്ങി തിരിക്കുക? കാരണം ലിത്മിനാനി നുഫൂസിയും അവരുടെ നെഫ്സുകൾ മനസ്സിലൊക്കെ എന്താണ് ശാന്തമായി നിന്നു. ഇപ്പോൾ ചാഞ്ചാട്ടമില്ല, വെപ്രാളൊന്നുമില്ല, എല്ലാം റെഡി കാണുന്നുണ്ട്. എന്തുകൊണ്ട് തഹ്സീരിമായി ഹയാത്തും അല്ലെങ്കിൽ ഹയാത്തഹും അലാമാജറത്തിൽ ഹിക്മത്തുൽ ഹക്കീം സുബ്ഹാനഹു വതആല. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തആലയുടെ ഹിക്മത്ത് എങ്ങനെ നടക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഇവരുടെ ജീവിതം നിലനിർത്താൻ പറ്റുന്ന സംഗതികൾ ഇവിടെ കിട്ടിയാലോ, ഭക്ഷണമുണ്ട്, മറ്റുള്ളെല്ലാം കിട്ടിയാലോ. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവിടെ മനസ്സ് സമാധാനം വന്നത്. അപ്പൊ വജൂദു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമ്മൾ ആറ്റിക്കുറിച്ച് വന്നാൽ മുത്തനബി തങ്ങൾ ഉണ്ടാവൽ ഈ യാദൃശകരി ഈ പറയുന്ന റബീഉൽ അവ്വൽ ഈ യാദല്യോമി ഈ പറയുന്ന തിങ്കളാഴ്ച ദിനത്തിൽ ഉണ്ടാവല് അതെന്താണ്? ഖുർറത്തു ഐനിൻ, അത് കണ്ണ് കുളിർമയാണല്ലോ. ബിസബബി മാ വുജിദ മിനൽ ഖൈറിൽ അലി വൽ ബർക്കത്തി ശാമിലത്തി ഉമ്മത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബി തങ്ങളുടെ സമുദായത്തിന് ആകെ ഉൾപ്പെടുന്ന അനുഗ്രഹം, വലിയതായിരിക്കുന്ന നന്മ, ഇതെല്ലാം കൂടി ഇവിടെ ഉണ്ടാകുമ്പോ കിട്ടുമ്പോ ഇവരൊറ്റ കാരണം കൊണ്ട് കണ്ണ് നല്ല കുളിർമയിൽ നിൽക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് തിങ്കളാഴ്ച തന്നെ ഏറ്റെടുത്തത്. അപ്പൊ തിങ്കളാഴ്ച നല്ല ദിവസമായി. ഇത് ശറഹുൽ മുറുദ്ദ 330 കാണാൻ കഴിയും. വഫിൽ മവാഹിബി, മവാഹിബ് എന്ന കിതാബിൽ വായിക്കാം. വൽ ഹിക്മത്തു ഫീ കൗനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിദ യൗമൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിനം നബിതങ്ങൾക്ക് ജന്മം നൽകപ്പെടുക എന്നതിൽ ഹിക്മത്ത്. ആ ഹിക്മത്ത് എന്താന്ന് ചോദിച്ചാൽ അന്നോ ഖുലിഖത് ഫീൽ അസ്ജാറു, ആ റബീഉൽ അവ്വലിൽ ആ തിങ്കളാഴ്ചയിലാണ് വൃക്ഷങ്ങളെല്ലാം എന്താക്കിയത്? പടക്കപ്പെട്ടിട്ടുള്ളത്. ഇബാദ്, അതിൽ നിന്നല്ലേ അടിയങ്ങൾക്കുള്ള ഭക്ഷണങ്ങളും അഖ്വാത്തും അവർക്ക് ഭക്ഷണമായി ഉപയോഗിക്കേണ്ട ധാന്യങ്ങളും വിഭവങ്ങളൊക്കെ ഉണ്ടായത്. അതൊക്കെ ഈ തിങ്കളാഴ്ചയാണല്ലോ. അങ്ങനെ വരുമ്പോൾ വജൂദു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ മുത്തുനബി തങ്ങൾ ഫീഹി ആ തിങ്കളാഴ്ച ഉണ്ടായതെല്ലാം ലിദാലിക ഇങ്ങനെയുള്ളതായിരിക്കുന്ന വലിയ വലിയ നിഅമത്തുകളും ബർക്കത്തും വന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയ ബർക്കത്തും നിഅമത്തും നബിയാണ്. അപ്പൊ ആ നബി വരാൻ പറ്റുന്ന മാസം ദിനം തിങ്കളാഴ്ചയും റബീഉൽ അവ്വലുമാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ഇതെല്ലാം നമ്മുടെ മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ മനസ്സിലാക്കി എഴുതി വെച്ച റിക്കാർഡുകൾ എന്നാണ് ഞാൻ വായിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് നിവേദനം, തിങ്കളാഴ്ച ദിനത്തിൽ മുത്തുനബി തങ്ങൾക്ക് ജന്മം നൽകപ്പെടുകയുണ്ടായി. അത് തന്നെ റബീഉൽ അവ്വൽ, ആ തിങ്കളാഴ്ച റബീഉൽ അവ്വലാണ്. അപ്പൊ റബീഉൽ അവ്വൽ തിങ്കളാഴ്ച ദിനം നബിക്ക് ജന്മം നൽകപ്പെടുകയുണ്ടായി. മാത്രമല്ല ഉൻസിലത്ത് അലൈഹി നുബുവത്തു യൗമൽ ഇസ്നൈനി ഫി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിൽ വന്നതായിരിക്കും തിങ്കളാഴ്ച അതേ ദിനത്തിൽ തന്നെയാണ് മുത്തുനബി തങ്ങൾ പ്രവാചക പദവി ഇറക്കിയത്. വഹാജറ ഇലൽ മദീനത്തി യൗമൽ ഇസ്നൈനി ഫി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ തിങ്കളാഴ്ച അതേ പകലിൽ തന്നെയാണ് മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തത്. വഉൻസിലത്ത് അലൈഹിൽ ബഖറത്തു, ബഖറ സൂറത്ത് നബിക്ക് ഇറക്കപ്പെട്ടതും യൗമൽ ഇസ്നൈനി മാ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ച ദിനത്തിലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. വഫിയ അല്ലെങ്കിൽ വഫ യൗമൽ ഇസ്നൈനി ഫി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ച ദിനത്തിലാണ് മുത്തുനബി വഫാത്ത് നടന്നതും. അപ്പൊ എല്ലാം തിങ്കളാഴ്ചയിലാണ് റബീഉൽ അവ്വൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ നന്മകളും റബീഉൽ അവ്വൽ നിറഞ്ഞു നിൽക്കുന്നു. ആ റബീഉൽ അവ്വൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏറ്റവും വലിയ നിഅമത്തായി നിറഞ്ഞു വന്നത് നബി തന്നെയാണ്. എല്ലാ നിഅമത്തിന്റെയും ഉടമയായി വന്ന നബി അതിൽ വന്നു. വഫീ മൗലിദ് ഇബ്നുൽ ജൗസി, ഇബ്നു ജൗസിയുടെ മൗലിദിൽ കാണാം വതസവ്വജ ഖദീജത യൗമൽ ഇസ്നൈനി, ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്യുവാൻ വേണ്ടി നബി തങ്ങൾ നിശ്ചയിച്ചെടുത്ത ദിവസം തിങ്കളാഴ്ച എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ തിങ്കളാഴ്ചക്ക് നല്ല പ്രത്യേകത ഉള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ആ പുണ്യം നിറഞ്ഞ തിങ്കളാഴ്ച തന്നെ നബി തങ്ങൾ ജനിക്കേണ്ടി വന്നു. അത് അല്ലാഹു തആല തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ചത് ഇബ്തിയാഉൽ മുസ്ലിം എന്ന കിതാബുണ്ട്, 39-ാം പേജിലാണ്. ഖാല ഇബ്നു കസീർ, ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, ഓഹുവൽ മശ്ഹൂറുൽ ജംഹൂർ, ബഹുഭൂരിഭാഗം ആൾക്കാരെ തൊട്ടും പ്രചാരത്തിൽ വന്നു നിൽക്കുന്നത് ഇത് തന്നെയാണ്. ഏത്? തിങ്കളാഴ്ചയാണ് എന്നുള്ളത്. അലൈഹി അഹ്ലു മക്ക ഖദീമുൻ ഹദീസൻ ബി സിയാറത്തിഹിം മൗലിദി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ വഖ്തി, മുത്തുനബി തങ്ങളെ മരിച്ചു കിടക്കുന്ന മുത്തുനബി തങ്ങൾ ജനിച്ച സ്ഥലമുണ്ട്. ആ ജനിച്ച സ്ഥലത്ത് പോയിട്ട് സന്ദർശനം നടക്കുന്നത് ബർക്കത്ത് തീർക്കാൻ വേണ്ടി. ആര്? പഴയ കാലത്തും പുതിയ കാലത്തും മക്കക്കാരെങ്ങനെ ചെയ്തു വന്നിരുന്നു. അത് തിങ്കളാഴ്ച ദിനത്തിലെ കാണുന്നത്. അപ്പൊ ഇതിനോടൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മുത്തുനബിക്ക് ജന്മം കിട്ടിയതെന്ന് തന്നെയാണ് തിങ്കളാഴ്ചയാണ്, റബീഉൽ അവ്വലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് മനസ്സിലാക്കാൻ എന്താ? ഇതെല്ലാം നബി തങ്ങൾക്ക് ജനിക്കാൻ പറ്റിയ ദിനം, ജനിക്കാൻ പറ്റിയ മാസം അള്ളാഹ് തെരഞ്ഞെടുത്ത് തന്നു. നമ്മൾ ലോകത്തത് അംഗീകരിച്ചു കഴിയും ചെയ്തു. ആർക്ക് എതിർത്തിട്ടും കാര്യമില്ല, ആര് തർക്കിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇനി ഇവിടെ തായ്ലീം എന്നൊരു സംഗതി ഉണ്ട്, ഇതിനോടനുബന്ധിച്ചതിന്റെ കാര്യം തന്നെയാണത്. അതുകൊണ്ട് പറയട്ടെ,
യജിബു അലൽ വലിയ രക്ഷിതാവിന്റെ മേൽ നിർബന്ധമാണ് അയ്യു അല്ലിമ സഗീറ ഇദാ മയ്യസ കുട്ടി വകതിരിവായി കഴിഞ്ഞാൽ ചെറിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിദ മക്ക വ ദുഫിന ബിൽ മദീന നബി തങ്ങൾക്ക് ജന്മം നൽകിയത് മക്കത്താണ്, മരിച്ചത് മദീനത്താണ് എന്ന് പഠിപ്പിക്കണം. ഖാല ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫി നിഅമത്തുൽ കുബ്ര നിഅമത്തുൽ കുബ്രയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു ഒന്നും കൂടി വഹാദ ഈ പറഞ്ഞ വിഷയം അവ്വലു വാജിബ് ലിൽ ഔലാദി അലാ ഉസൂലിഹിം കുട്ടികൾക്ക് പഠിപ്പിക്കാൻ നിർബന്ധമായ ആദ്യത്തെ ചടങ്ങ് മാതാപിതാക്കളെ മേൽ എന്താ അന്നഹും യുഅല്ലിമൂനഹു കുട്ടിക്ക് അവർ പഠിപ്പിക്കണം. കുട്ടികൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കണം. ഇദാ ബലഉ സബ്അ സിനിൻ 7 വയസ്സെത്തിയാൽ മയ്യസു വകതിരിവുണ്ടാവുകയും ചെയ്താൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ വിഷയമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ വലാ യൻഹസിറുൽ അംറു ഫീഹിമ നബി ജനിച്ച സ്ഥലവും മരിച്ച സ്ഥലം അത് രണ്ടിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ കാര്യങ്ങൾ. ഫലാബുദ്ധ കൂടാതെ കഴിയില്ല എന്ത് ഐ യുദ്കറ ലഹു മിൻ ഔസാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാഹിറത്തി അൽ മുതവാദിറത്തി പിന്നെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ലാഹിറായിരിക്കുന്ന നബിയുടെ വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങളെല്ലാം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അത് കൂടാതെ കഴിയൂല മാ യുമയ്യിസുഹു നബി തങ്ങളെ വകതിരിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യം അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഓരോ വജി അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി. ഫയജിബു അൻ യുബയ്യിന ലഹു നുബുവത്ത വൽ റിസാലത്ത അപ്പൊ നബിക്ക് റിസാലത്ത് കിട്ടിയിട്ടുണ്ട്, നുബുവത്ത് കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കൊടുക്കേണ്ട രക്ഷിതാക്കള്. വഅന്നഹു മിൻ ഖുറൈശിൻ നബി തങ്ങൾ ഖുറൈശി ഗോത്രത്തിൽ നിന്ന് വന്നു എന്ന് പറയണം. വ ഇസ്മ അബിഹി നബി തങ്ങൾ പിതാവിന്റെ പേര് പഠിപ്പിച്ചു കൊടുക്കണം അബ്ദുള്ള. വ ഉമ്മിഹി നബിന്റെ ഉമ്മാന്റെ പേര് പറഞ്ഞു ആമിന ബീബി. വ അന്നഹു യുബ്അസു ബികദാ ഇന്നാലിന്നത് കൊണ്ട് നബി യാത്രയാക്കപ്പെടുന്ന ഇസ്ലാം ദീൻ. വ ദുഫിന അപ്പൊ നബിയായി നിയോഗിക്കപ്പെട്ടത് ഇന്ന ദിനത്തില്. വ ദുഫിന ബികദാ ഇന്നാലിന്റെ സ്ഥലത്താണ് മദീന നബി തങ്ങൾ മരിച്ചു. വഹുവ നബിയുല്ലാഹി വ റസൂലുഹു ഇലാ കാഫത്തിൽ ഖൽഖ് സർവ്വ സൃഷ്ടികളിലേക്കും വന്ന ദൂതരും പ്രവാചകരുമാണ് നബി എന്ന് പറഞ്ഞു കൊടുക്കണം. ലൗനഹു നബി തങ്ങളുടെ ഗുണം സിഫത്ത് എന്താണ്, നിറം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഐ സിഫത്ത ഖൽഖിഹി ശരീഫി നബി തങ്ങളുടെ ഉന്നതമായിരിക്കുന്ന സൃഷ്ടിപ്പിന്റെ രൂപം അത് പറഞ്ഞു കൊടുക്കണം. എന്തിന് ലിയസ്ദാദ മഅരിഫത്തൻ അവന് ഈ മഅരിഫത്ത് കുട്ടിക്ക് നല്ലോണം അറിവ് കൂടുതലാവാൻ വേണ്ടി. വയഹ്തരിസ അൻ റുദ്ദിഹി ഇതിന്റെ നേര് എതിരെ എന്തെങ്കിലും കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ തൊട്ട് കുട്ടി സൂക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നിർബന്ധമാണെന്ന് പറയുന്നു. ജവാഹുൽ ബിഹാർ എന്ന് പറയുന്ന കിതാബുണ്ട് 153 കാണാം. ഫഖദ് സ്വറഹ ബഅദു അഇമ്മത്തിന നമ്മുടെ ഇമാമിൽ ചിലർ വ്യക്തമാക്കി പറയുന്നു അന്ന അവല വാജിബിൻ അൽ ഔലിയായി രക്ഷകർത്താക്കളുടെ മേൽ നിർബന്ധമായ ആദ്യത്തെ കാര്യം ഐ യുഅല്ലിമു സിബിയാനഹും അവിടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അന്ന നബിയ്യന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും മുത്തനബി തങ്ങൾ ഉലിദ ബി മക്ക മക്കയിൽ നബിക്ക് ജന്മം നൽകപ്പെട്ടു. വദുഫിന ബിൽ മദീന മദീന നബി തങ്ങൾക്ക് ജന്മം വഫാത്തായി. ബൽ എന്ന് മാത്രമല്ല ഖീല പറയപ്പെട്ടിട്ടുണ്ട് ഇൻകാറു ദാലിക കുഫറുൻ നബിതങ്ങൾ ജനിച്ച നാടും നബിതങ്ങൾ മരിച്ച നാടും ഇതൊക്കെ പറഞ്ഞ് നിഷേധിച്ചാൽ കാഫിറാവും വരെ അഭിപ്രായമുണ്ട്. എന്താ കാരണം ഇസ്തിൽസാമി ഇൻകാറ വജൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ മക്കത്ത് ജനിച്ചിട്ടില്ല മദീനത്ത് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ തന്നെ ഉണ്ടായിട്ടില്ല നിഷേധിക്കൽ വരും. അതാ ബുദ്ധിമുട്ട് പാടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നബി, ആ നബി ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്യാദി കാര്യങ്ങളൊക്കെ നബിയെ കുറിച്ച് രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ ഈ പുണ്യമാവുന്ന മാസത്തിലേ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സഞ്ചരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത് സഞ്ചരിക്കാനും ചർച്ച ചെയ്യാനുള്ളതും ലൈലത്തുൽ ഖദ്റാണ് പുണ്യമുള്ളത്, നബിതങ്ങൾ ജനിച്ച രാത്രിയാണ് പുണ്യമുള്ളത്. അത് നല്ല ചർച്ചയാണ്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നബിന്റെ പേരിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നബിതങ്ങൾ കിട്ടിയ മുഅ്ജിസത്തുകളും മറ്റുള്ള കാര്യം ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു.